ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഫ്രിഡ്ജ് ആകം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. കുറേ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നിങ്ങളും വരുന്നുണ്ടോ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ? വെറും 5 മിനിറ്റ് കൊണ്ട് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സുകളും ഒക്കെ പുറത്തേക്ക് വെച്ചു. പിന്നെ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്യാം കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ കുറച്ചും കൂടി ലിക്വിഡ് നല്ലത് യൂസ് ചെയ്യുക. അതായത് ഫെയറി, ബേക്കിംഗ് പൗഡർ, സോഡ, പിന്നെ അതേമാതിരി വിനീഗർ, ഹോട്ട് വാട്ടർ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാട്ടോ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഫ്രീസറിൽ എനിക്ക് എപ്പോഴും വരുന്ന ക്ലീനിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫിഷ് ആയാലും മീറ്റ് ആയാലും അച്ചേക്ക് കവറിൽ കൊണ്ടുപോയി വെക്കുമല്ലോ, ആ സമയത്ത് ഫ്രീസറിൽ എപ്പോഴും അതിൻ്റെ ബ്ലഡ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും ഫ്രീസർ അഴുക്കായിരിക്കും കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒന്നും ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചു പോകാറേ ഉള്ളൂ. ആ സമയത്ത് ഫ്രിഡ്ജും ഇതുപോലെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ മെയിനായിട്ട് ഈ ഡോർമലൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ലീക്കായി വരലുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഫ്രിഡ്ജ്. പിന്നെ ഇതേമാതിരി ഫ്രിഡ്ജിന് ഡോർമലുണ്ടാകുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടൊക്കെ പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊരാൻ കഴിയും കേട്ടോ. പക്ഷേ പലപ്പോഴും ഞാൻ അങ്ങനെ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പൊട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ആ റിസ്ക് ഏറ്റെടുക്കാൻ ചെയ്തിട്ടില്ല. എത്ര പേർക്കുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രിഡ്ജ് ഇങ്ങനെ ഊരാതെ, കംപ്ലീറ്റ്ലി ഊരാതെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഉണങ്ങിയ ടവലുകൊണ്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ നല്ല ടവലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യൽ നമ്മളെ ബേബീസിൻ്റെ ക്ലോത്ത്സ് ഉണ്ടാവുമല്ലോ, ബേബീസിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളൊക്കെ ഇട്ടെടുക്കുമല്ലോ, അങ്ങനത്തെ ക്ലോത്ത്സ് ആട്ടോ എനിക്ക് പിന്നെയും കംഫർട്ടായിട്ട് തോന്നുക, അങ്ങനത്തെ ക്ലോത്ത്സ് ആട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് തുടച്ച് വെച്ച് ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഊരിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ, അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. സെയിം ലിക്വിഡ് വെച്ചിട്ടാട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഓരോന്ന് വാഷ് ചെയ്തെടുക്കുക, അതിൻ്റെ ഉള്ള തഴുക്കളൊക്കെ പൊരുക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ബ്രഷ് വെച്ചിട്ടും ഒക്കെ ആയിട്ട് വാഷ് ചെയ്തെടുക്കുകയാണേ. ഇത് എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി ഒരു അരമണിക്കൂറൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് വരാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും മടി പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അന്നേരം ഇതേമാതിരി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ വിചാരിക്കും. ബട്ട് അതൊന്നും ചെയ്യാതെ വെറുതെ മടി പിടിച്ച് വെറുതെ യൂട്യൂബും കണ്ട് അല്ലെങ്കിൽ റീൽസും കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചിന്ന് ഇങ്ങനെ മടി പിടിച്ചാലൊന്നും ശരിയാവില്ല, അങ്ങോട്ട് മെനക്കെട്ട് ഇറങ്ങുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. ഇത് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്താലോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആയാലോ, അങ്ങനെ വിചാരിച്ചിട്ട് നിർത്തതാട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് എൻ്റെ കൂടെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ചാനലിൽ ഇപ്പം വീഡിയോ ആയിട്ട് തന്നെ കുറേ കാലത്തിന് ശേഷം കേട്ടോ വരുന്നത്. എല്ലാവർക്കും അറിയിക്കാരം ഇപ്പോൾ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ക്ലീനിങ്ങിനുമായി ബന്ധപ്പെട്ട വീഡിയോസുകളാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് ഇടുക, ഒക്കെ ഒന്ന് ചെയ്തെന്നില്ലായിരുന്നു സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിത് കംപ്ലീറ്റ് വാഷ് ചെയ്തതിന് ശേഷം പുറത്ത് വെച്ച് വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറിൻ്റെ സംഭവമുള്ളൂ. അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അതിനപ്പോൾ കംപ്ലീറ്റ് വാഷ് ചെയ്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇതൊക്കെ വെച്ച് സെറ്റാക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് വെച്ച സാധനങ്ങളൊക്കെ വേഗം സെറ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത സാധനങ്ങൾ മിക്കതും കേടുവരാനാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫ്രിഡ്ജിന് ഉള്ളിലേക്ക് തന്നെ വെക്കാം കേട്ടോ. നമുക്ക് ഈ ഫ്രിഡ്ജ് വാഷ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സാധനങ്ങൾ വാഷ് ചെയ്യാൻ ആകെ 5 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്യലൊക്കെ കഴിയും. പിന്നെ ഇതൊന്ന് ഉണങ്ങി വരാൻ കുറച്ച് സമയം പിടിക്കും. അതേമാതിരി തന്നെയാണ് അതിനുള്ളിലേക്ക് സാധനങ്ങൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുള്ളൂ. കുറേ മുന്നത്തെ കറികളുണ്ടാകും, ചോറുണ്ടാകും, ഇങ്ങനെ പല സാധനങ്ങളുണ്ടാകും.
ഇത് ഞാൻ വെക്കുന്നതുണ്ട് ഹോം മെയ്ഡായിട്ട് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ പാടെടുത്ത് വെച്ചതാട്ടോ. അത് പിന്നീടൊരു വീഡിയോ ചെയ്യാം. അത്യാവശ്യം പാൽപ്പാടൊക്കെ ആയതിനു ശേഷം ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഇന്ന് രാവിലെ തട്ടിക്കൂട്ടൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു പീസസാണ്. പിന്നെ തേങ്ങ ഇതുപോലെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് അഴുക്കാവില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ചെറിയ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.